ബാക്ക് ആൻഡ് നമ്മൾ പിന്നെ നമ്മുടെ ഫ്രീ ഫയറിൻ്റെ അടുത്ത വീഡിയോ തിരിച്ചെത്തിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോ ഇല്ലേ ഫ്രീ ഫയറിൻ്റെ, ഇന്നലെ അല്ല ഇന്ന് രാവിലെ ഇട്ട വീഡിയോ, ഇന്നലെയാണ് റെക്കോർഡ് ചെയ്തത്. ആ വീഡിയോയ്ക്ക് നല്ല രീതിക്ക് റീച്ച് കിട്ടി. നല്ല രീതിക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ലെവലിൽ, അതായത് സാധാരണ ഇടുന്ന വീഡിയോയ്ക്ക് 30-40 വ്യൂസൊക്കെ കിട്ടാറുള്ളൂ. 30-40 വ്യൂസ് കുറവാണ്, അത്രയും പോലും കിട്ടാറില്ല. പക്ഷെ നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്നെ സംബന്ധിച്ച് ഇത്തിരി വലുതാണ്, എനിക്ക് തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാ മച്ചന്മാർക്കും താങ്ക്സ് ഗൈസ്. അപ്പോൾ നിങ്ങൾ കാണുന്ന ആ വീഡിയോ ഒന്ന് ലൈക്കും അടിച്ചേക്കുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ഷെയറൊക്കെ ചെയ്ത് വിട്ടേ ഗൈസ്. ഞങ്ങളെപ്പോലുള്ള തുടക്കക്കാർക്കൊക്കെ നിങ്ങളുടെ സപ്പോർട്ടാണ് ഗൈസ് ആവശ്യം, മനസ്സിലായില്ലേ? നമുക്ക് എന്നാൽ ഇന്ന് ക്ലാഷ് കോഡ് തന്നെ കളിക്കാം ഗൈസ്. റാങ്ക്ഡ് കളിക്കാം, ജയിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. കാരണം ഞാൻ നേരെ പറഞ്ഞല്ലോ, അപ്പുറത്ത് തന്നെയൊക്കെ നല്ല പ്രോ പ്ലെയേഴ്സ് ആയിരിക്കും. എന്നെ കൊണ്ടൊന്നും പിടിച്ചേക്കാൻ പറ്റിയില്ല. നമുക്ക് എന്തായാലും ഒന്ന് കളിച്ച് നോക്കാം. എന്നെ 3-4 പേര് കളിക്കാൻ വിളിച്ചായിരുന്നു, പക്ഷേ ഒരുത്തന് വേണ്ടി വെയിറ്റ് ചെയ്ത് അവന്മാരുടെ വിളിയൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അവൻ പറഞ്ഞ് റെക്കോർഡ് ചെയ്യുമ്പോൾ എന്നെയും കൂടെ കൂട്ടടാമെന്നും പറഞ്ഞ് എന്നെ വിളിച്ച്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പറയാണ് അത് പറ്റത്തില്ല, എനിക്കിപ്പോൾ ഒരു സ്ഥലം വരെ പോകണം, ഞാൻ വന്നിട്ട് നീ റെക്കോർഡ് ചെയ്താൽ മതിയെന്ന്. ഞാൻ അങ്ങനെ ഞങ്ങൾ ഉടക്കിയാണ് വന്നേക്കണത്, അങ്ങനെയാണ് വീഡിയോ എടുക്കാൻ വന്നേക്കണത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നാളത്തെ വീഡിയോയിൽ ചിലപ്പോൾ അവനും ഉണ്ടാവും. ഓക്കെ, നമ്മൾ തോക്കും കാര്യങ്ങളൊക്കെ ഇട്ട് പ്ലീസ് ഇത് നമുക്ക് കളി തുടങ്ങാം. നമ്മൾ വളഞ്ഞ വഴിയെ പോവുകയാണ് ഗൈസ്. ഇങ്ങനെയൊക്കെ പോയാലേ നമുക്ക് അവന്മാരെ തീർക്കാൻ പറ്റത്തുള്ളൂ. ഈ പോണവനൊക്കെ ഈ ഷോ മാത്രമേ ഉള്ളൂ, ഇവനൊന്നും കളിക്കാൻ അറിയത്തില്ല. ഇവരൊക്കെ ഇപ്പോൾ പോയി ചാവും എന്നെ പോലെ, കണ്ടോ? ഞാനൊക്കെ ഇവന്മാരെയും കുറ്റം പറയണ്ടി, ഇവന്മാരെക്കാളും നൂബാണ് ഞാൻ, അതാണ് വേറൊരു കാര്യം. ഒരുത്തനെയും കിട്ടുന്നില്ലല്ലേ. ഓ ഗൈസ്, അവനെ നമുക്ക് കിട്ടിയില്ല. ഇവൻ ആളെ വെട്ടിക്കൊന്ന് ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ ശിവനെ, ഇത് യാതില്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഈ തോക്കല്ലേ ഇരിക്കണം. ഷോർട്ട് റേഞ്ച് വെച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ല. കുഴപ്പമില്ല, നല്ലതാണ്. അടുത്ത കളി നമുക്ക് നോക്കാം ഗൈസ്. എനിക്ക് തോന്നണം മിക്കവാറും ഈ കളി ജയിക്കാൻ പറ്റുമെന്നാണ്. കാരണം എടാ നല്ല ഡാമേജ് കൊടുത്താളാണ്. ഈ കളി ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് അടുത്ത കളി എന്തായാലും പിടിക്കാൻ നോക്കാം. ഓക്കെ, നമ്മളങ്ങനെ സെക്കൻഡ് റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. നമുക്ക് എന്തായാലും കിങ്ഫിഷറൊക്കെ എടുക്കാം. ഒന്നുമില്ല, വെസ്റ്റ് ഹെൽമെറ്റൊക്കെയാണ് ആവശ്യം, ഇല്ലെങ്കിൽ ഒറ്റയടിക്കാണ് തീരും, അതാ പ്രശ്നം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഹൈ ലെവൽ പ്രോ ഗെയിം പ്ലേ ഒന്നും എൻ്റെ കയ്യിലില്ല ഗൈസ്. നമ്മൾ സാധാരണ പിള്ളേർ കളിക്കുന്ന പോലെ കളിക്കും, അത്രേ ഉള്ളൂ. എടാ നല്ല ഡാമേജാടാ, അവനെ തീർക്കടാ വന്ന്. നിന്നെ ഇന്ന് കൊല്ലും ഞാൻ. എടാ എന്ത് പണിയാടാ, നല്ല ഡാമേജ് കൊടുത്തു, നല്ല ഹെഡ് ഷോട്ടും ആയിരുന്നു. കൊന്ന് അവൻ്റെ വിഷമം തീർന്നു. ഇവൻ എന്നാ ഹാപ്പി ഇടായിരിക്കണം. ഇവൻ്റെ നെറ്റും പോയെന്ന് തോന്നുന്നു. ഇതെന്താണ് ഈ എല്ലാവരും വികലാംഗരാണല്ലോ. അവനാണ് ബോട്ട്. ഇവൻ്റെ നെറ്റ് ഇവൻ നെറ്റ് വന്നു. ഗുപ്തൻ, ഇവൻ അത്യാവശ്യം നല്ല കളിയാണ്, കഴിഞ്ഞ കളി ഞാൻ കണ്ടായിരുന്നു. ഓക്കെ, അവൻ ഒരുത്തനെ കൊന്നിട്ടുണ്ട് കേട്ടോ. അവൻ എങ്ങോട്ടാണ് എഴുതിയത്? എടാ തീർക്കടാ അവനെ, അവൻ മറ്റവനെ അവനെ തീർക്കാനാണ്. നല്ല ഡാമേജ് ഉണ്ട്. ഇവൻ അത്യാവശ്യം നല്ലോണം കളിക്കും കേട്ടോ. ഞാനിവനെ ബോട്ടെന്നും പറഞ്ഞ് കളി വയ്ക്കുന്നു. ഓടാ പാപ്പട്ടെ, എടാ ഇവൻ അടിക്കുമോ? ഓക്കെ, നമ്മളങ്ങനെ കളി ജയിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഞാനൊരു റാങ്ക്ഡ് മാച്ചും കൂടെ ജയിക്കാൻ പോവുകയാണ്. ഓക്കെ
അതിൻ്റെ സ്റ്റാർ നിങ്ങൾ കണ്ടല്ലോ, ഒരു സ്റ്റാർ പോലും ഇല്ല. മിക്കവാറും ഈ കളിയും കൂടെ ജയിച്ച് നമുക്ക് ഒരു സ്റ്റാർ ഒപ്പിക്കാൻ പറ്റും ഗൈസ്. ഗുപ്തൻ്റെ കൂടെ പോകാം ഗൈസ്, അവൻ അത്യാവശ്യം നല്ലോണം കളിക്കും. ഓക്കെ, നമ്മളവനെ തീർത്തിട്ടുണ്ട്. ചാകടാ തന്നെ. ഓക്കെ, നമ്മളങ്ങനെ ഒരുത്തനെ എടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് ബാക്കിയുള്ളവന്മാരെ കൂടെ എടുക്കണം. ഓക്കെ, എൻ്റെ കഴിവ് തെളിയിക്കാനുള്ള സമയമായിരിക്കുന്നു. എടാ എൻ്റെ പിള്ളേർ തൊട്ടാവൻ. ഓക്കെ, ഉണ്ടാരും എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഗൈസ്. എടേ ഞാനും വേറെ ഒരുത്തനും മാത്രമല്ല, അവന്മാർ 3 എണ്ണം ഉണ്ട്. എടാ എടാ ഞാൻ നൂപനാടാ. എടാ ഞാൻ എന്ത് നൂപനാടാ. സത്യം പറഞ്ഞാൽ ഇതൊന്നും അല്ല എൻ്റെ കളി. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അത്യാവശ്യം നല്ലോണം ഞാൻ കളിച്ചായിരുന്ന കളി. ഇത് പക്ഷേ എന്തോ ഒരു ഇത് കിട്ടണല്ലോ, ഒരു മനസ്സിലായില്ലേ. ഒന്നാമത്തെ കാര്യം, ഞാൻ കളി നിർത്തുമ്പോൾ നെസ്റ്ററൊന്നും ഇല്ല. അന്ന് ബെർമൂഡയും കലഹരിയും പർഗട്ടറിയൊക്കെ ഉള്ളു. അപ്പം എനിക്ക് ഈ സ്ഥലത്തെ പറ്റി ഒരു പിടുത്തമില്ല. ഞാൻ മാക്സിമം നെസ്റ്ററ ഒഴിവാക്കി കളിക്കാറുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. ഞാൻ അതിൽ നെസ്റ്ററ ഓഫ് ചെയ്തിട്ടാണ് കളിച്ചത്. റാങ്കഡിൽ എന്തായാലും അവന്മാർക്ക് ഇഷ്ടമുള്ളതേ കൊണ്ടുവരത്തുള്ളൂ. റാൻഡം ആയിരിക്കും. അവിടെ ഒരുത്തനുണ്ട്, ഞാൻ കണ്ട്. എടാ എടാ ഇവനെ റിവൈവ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അവൻ്റെ ഇതിട്ടിട്ടുണ്ടായിരുന്നു. ഓ അവനെന്ത് തെര ബാപ്പ്, അവൻ്റെ അല്ല ഇവൻ്റെ പേരാണ് കേട്ടോ, തെര ബാപ്പ്. ഓക്കെ, നമ്മളെ ചെക്കൻ റിവൈവ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എനിക്ക് എബിലിറ്റി ഇവിടുന്ന് എടുത്ത് മാറ്റണം. കാരണം ഞാൻ ഇതിൽ വെക്കുമ്പോൾ, അതായത് സ്കോപ്പിൽ വെക്കാൻ നേരത്തെ എബിലിറ്റിയിലാണ് കൈ കൊള്ളണത്. ഒരു ലെവൽ 3യുടെ ഇത് കിട്ടി, നല്ലതായി. വിചാരിച്ചാൽ പിടിക്കാം. ഓക്കെ, അവിടെ എല്ലാം കൂടെ കൂട്ടം കൂടിയിട്ടുണ്ട്. എടാ ഒരുത്തൻ കയറി ചെന്നടാ വാഴ. തീർച്ചേ എടാ വാടാ, റിവൈവ് ചെയ്യടാ മോനെ. എടാ അവനെ റിവൈവ് ചെയ്യുന്നടാ. ഓക്കെ, എൻ്റെ കില്ല് ഫിനിഷ് ചെയ്യുന്നു, താങ്ക്സ്. എടീ തെരബാബിനോടൊന്ന് കളി ജയിച്ചു, പിന്നല്ല അത്ര ഉണ്ടാ മോനെ. നമ്മളെ തൊട്ടാ നമ്മൾ മാന്തും, വേറൊന്നുമില്ല. നമ്മൾ വീണ്ടും പഴയ പവറിൽ തിരിച്ചെത്തി. ഏതോ ഒരുത്തന്നെ എക്യുപ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഇവൻ കാരണം മിക്കവാറും കളിയെങ്ങാനും തോറ്റി കഴിഞ്ഞാലേ പ്രശ്നമാണ്. എല്ലാവരും വളഞ്ഞു വരുവാണെന്ന് തോന്നുന്നു കേട്ടോ. ഉയ്യോ, ഇതെന്നാടാ കളി കിട്ടണല്ല. എടാ ഒന്ന് അനങ്ങാൻ പോലും സമ്മതിക്കടാ. അടി ഇവനെ തീർക്കും. എടാ ഞാൻ ചാവാൻ പാടില്ല. ഓക്കെ, കളി പോയി അടിച്ച് അത്രയുള്ള. അങ്ങനെ പോയ സ്റ്റാർ ഞാൻ തിരിച്ചൊരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. വരട്ടെ. ഇനി നമുക്ക് 1 2 4 സ്റ്റാർ വേണം. മാത്രമല്ല പിന്നെ 4 ആവും. പിന്നെ അതും കൂടെ ഇത് ചെയ്താലേ നമുക്ക് ഹീറോയ്ക്കിലെത്താൻ പറ്റത്തുള്ളൂ. എൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഹീറോയ്ക്കാണ് ഗൈസ്. പക്ഷെ അത് ഈ ഇത്തവണ അടിക്കാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ ഒന്നിച്ച് കളിച്ചാണ് ഹീറോയ്ക്ക് അടിച്ചത്. അപ്പോൾ ഞാൻ നേരെ ഫ്രീ ഫയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലായിരുന്നു. ഇവന്മാരെല്ലാം ഹീറോയ്ക്ക് എത്താറായപ്പോഴാണ് ഇൻസ്റ്റാൾ ചെയ്തത്.
അപ്പം ഞാൻ ഒരു ഡയമണ്ട് 3 എത്തിയപ്പോഴേക്കും ഇവന്മാരെല്ലാം ഹീറോയെ കടിച്ച്. പിന്നെ എനിക്ക് ഒറ്റയ്ക്കും കളിക്കാൻ പറ്റുള്ള, അവന്മാരുടെ കൂടെയും കളിക്കാൻ പറ്റുള്ള, മൊത്തത്തിൽ പ്രശ്നമായി. ഗൈസ് ഈ കാണല്ലേ ഈ കളിക്കണവൻ സാവിന്ന് ഞാൻ ഇരട്ടപ്പേരിട്ടേക്കണവൻ, ഇവൻ എന്നെ റൂമിന് വിളിച്ചിട്ടുണ്ട്. നമുക്ക് പറ്റുവാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ കൂടി ഇടാം. റൂം മാച്ചിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവനെ നമുക്ക് തീർക്കണം ഗൈസ്, അതാണ് വേറൊരു ലക്ഷ്യം. പിന്നെ എടുക്കാനൊന്നും ഇല്ലല്ലോ, ഇനി എല്ലാം എടുത്തില്ലേ. ഓക്കെ, 2 എനിമീസിനെ കൂടെ കൊന്നു കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും. അത് 3 കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പിന്നെയുള്ളത് ഇതാണ്. ഇത് 16 കളി കളിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കളിച്ച് ഇത്രയും കംപ്ലീറ്റ് ആക്കി. ഇനി 16 കളി കളിച്ചാലേ ഈ സാധനം കിട്ടത്തുള്ളൂ. ഞാൻ എത്ര കളി 12 കളി ഇന്ന് മൊത്തം കളിച്ചിട്ടുണ്ട്. അപ്പോൾ 16 ആയാലേ 13 കളി കളിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 കളിയും കൂടെ കളിച്ചാലേ ഈ 1000 രൂപ കിട്ടത്തുള്ളൂ. 1000 രൂപ കിട്ടിയിട്ട് എനിക്ക് വലിയ കാര്യമൊന്നുമില്ല ഞാൻ കളിക്കുന്നുള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് സൗണ്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഞാൻ പറഞ്ഞല്ലോ. സൗണ്ടിൻ്റെ അത്രയും ഇല്ലെങ്കിലും ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട് കേസ്, അത് നമുക്ക് മാറ്റണം. 2 വീഡിയോയും കൂടെ കഴിയുമ്പോൾ സെറ്റാവും കേസ് അത്. അപ്പോൾ കേസ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് ക്ഷമിക്കുക കേസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്ത് വെച്ചേക്കുക കേസ്. അപ്പം വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എത്രയോ സെക്കൻഡുകളുടെ കാര്യമുള്ളൂ, പക്ഷേ നമുക്കത് വലിയ ഉപകാരമാണ് കേസ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേസ്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു ഫ്രീ ഫയറിൻ്റെ അല്ലെങ്കിൽ സാൻ ആൻഡ്രിയാസിൻ്റെ ഏതെങ്കിലും ഒരു ഗെയിമിൻ്റെ വീഡിയോ ഇട്ട് കാണാം. ബൈ.